ഹലോ, ഗുഡ് മോർണിംഗ്. സമയം 3:45. അപ്പോൾ ഞങ്ങളിപ്പോൾ കുളുക്കുമല പോകാൻ പോവാണ്. അപ്പം ഇതാ തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട് മൂന്നാർ കേട്ടോ. ഏട്ടനവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു ഞങ്ങൾ ഇന്നലെ കടന്ന ഞങ്ങളുടെ റൂം കേട്ടോ. അത് രാവിലെ കാണിച്ചത് നല്ല ഭംഗിയുള്ള ബാൽക്കണിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ അനിൽ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അല്ലേ ഗുഡ് മോർണിംഗ് പോയി കഴിഞ്ഞാൽ ഹായ് കാണിക്ക്. ഒന്നും കാണിക്കുന്നില്ല, അത് സ്വാഭാവികം അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം കേട്ടോ. സമയം രാവിലെ 3:45, 4:10 നമുക്ക് വണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ താമസിക്കുന്ന റിസോർട്ട് അല്ലേ, നമുക്ക് ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. പക്ഷെ രാത്രി ഇവിടെ നല്ല മഞ്ഞും ഇരുട്ടായിട്ട് ഒന്നും കാണുന്നില്ല. നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ സമയത്താണ് കൊളുക്കുമല പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ മൊത്തം ക്രിസ്മസ് അലങ്കാര പണികളായിരുന്നു. അപ്പോൾ നമ്മളൊരു 5:30 ആകുമ്പോഴേക്കും നമ്മൾ കൊളുക്കുമല വ്യൂ പോയിന്റ് താഴെ എത്തി. ഇനി ഇവിടെ നമ്മൾ നടന്ന് വേണം അങ്ങോട്ട് നമ്മളൊരു ടാസ്ക് വീട് നമ്മൾ കട്ടൻ ചായയും ഒക്കെ കഴിച്ചു കേട്ടോ. അത് ആ തണുപ്പത്ത് കഴിക്കും വേറൊരു ടേസ്റ്റാണ് സത്യം പറഞ്ഞ കേട്ടോ. പിന്നെ നമ്മൾ നടന്ന് ജാഗോറിൻ്റെ അടുത്തി. പക്ഷെ നമുക്ക് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലോ, വെയിറ്റ് ആൻഡ് സീ, അത് വെയിലൊന്ന് വരട്ടെ അപ്പം കാണാം. പൊളിപ്പൻ മൂടാണ്, തണുപ്പത്ത് കുറേ വരച്ചിരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ ഒന്നും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഗായ്സ്. അപ്പോൾ തണുത്തിട്ടാണ് അഭിക്കൂട്ടിന് വയ്യാതെ കേട്ടോ. കാരണം നമ്മുടെ കൈ കടിച്ചാൽ പോലും നമുക്കൊരു വേദന അറിയില്ല, അത്രയും തണുപ്പായിരുന്നു. ശരിക്കും തണുപ്പ് ആഘോഷിക്കാൻ പറ്റിയ സമയം ഡിസംബർ മാസത്തിൽ മൂന്നാർ പോവുക കേട്ടോ. വല്ലാത്ത ഫീലിംഗാണ് ശരിക്കും പറഞ്ഞാൽ. കൊളുക്കുമല കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ശരിക്കും നമ്മൾ കാശ്മീർ താഴ്വരയൊക്കെ ഈ ടി വിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ബുക്കിൻ്റെ പേജിലൊക്കെ ആ സാധനമൊക്കെ നേരിട്ട് നമ്മുടെ മൂന്നാറിൽ പോയാൽ താഴെ നോക്കി എത്ര മനോഹരമായിട്ട് അത് കാണാൻ പറ്റും. നോക്കി എന്ത് രസമല്ലേ ശരിക്കും കാണാൻ. ദൈവം എത്ര ഭംഗിയിൽ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഓ മൈ ഗാഡ്. അവസാനം സൺറൈസ്. യാസ്, ഈ സൂര്യൻ്റെ കിരണങ്ങൾ ഈ മലയിൽ തട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയില്ലേ, എന്തൊരു ഭംഗിയല്ലേ ശരിക്കും പറഞ്ഞാൽ. കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കാണ്. ഞാൻ വെക്കേഷൻ ആയതുകൊണ്ടാവാം നല്ല തിരക്കായിരുന്നു കേട്ടോ. ക്രിസ്മസ് വെക്കേഷൻ്റെ മൂടായിരുന്നു തോന്നുന്നു. കൊടുക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരാണ്. വെയിറ്റിംഗ് കണ്ട് ഇത്രയാണോ അറിയോ ബാക്കിൽ. അപ്പോൾ ഈ തിരക്കാരൻ നമ്മൾ തപ്പിക്കാറാണ്. ഇനി ഒരു സമയത്ത് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കൊൽക്കുമലയോട് ടാറ്റ ബൈ പറയാണ്. രാവിലെ ഞങ്ങൾ വന്ന വഴി ഇതാണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് വഴി ഇങ്ങനെയാണെന്ന് ഒന്നും നമുക്ക് അറിഞ്ഞില്ല. ഇപ്പോഴാണ് ആ വഴിയുടെ ഇങ്ങനെയൊക്കെ കൂടി നമ്മൾ അവിടെ എത്തിയത് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരികയാണ് ഗായ്സ്. ജീപ്പ് സവാരിയെ കുറിച്ച് ഒന്നും പറയാനില്ല മക്കളെ, അത് പോയി അനുഭവിക്കുന്നു, ഒന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതിലേക്ക് ബൈ. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി, അറിയാൻ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി, നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടിയരികാർ